എല്ലാവർക്കും നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ നെടുമങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 1.5 വയസ്സുകാരൻ അനുഭവിച്ചതിനെ കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുവാനായിട്ടിടയായി അല്ലേ. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി എൻ്റെ ഒരു വീഡിയോയുടെ അടിയിൽ വന്നിട്ട് ഒരു കമൻ്റ് ഇട്ടു. അപ്പോൾ ആ വ്യക്തി ഇങ്ങനെയാണ് ചോദിച്ചത്, ഈ നെടുമങ്ങാട്ടെ കുഞ്ഞ് അനുഭവിച്ച സഫറിങ്സിൽ എന്തുകൊണ്ടാണ് ദൈവം അത് അനുവദിച്ചത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അതിനകത്ത് ചോദിക്കുവാനായിട്ടിടയായി. അപ്പോൾ ആദ്യം ആ ക്വസ്റ്റ്യന് മുമ്പിൽ ഞാനും ഒന്ന് പകച്ചുപോയി. എന്നാൽ പെട്ടെന്ന് തന്നെ ദൈവം എനിക്ക് അതിനൊരു ഉത്തരം തരുവാനായിട്ടിടയായി. അപ്പോൾ അതൊന്ന് വീഡിയോയിലൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, കാരണം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്സ് ആണ്. കാരണം നമ്മൾക്ക് പലപ്പോഴും എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ ഉടനെ ചോദിക്കുന്നത് ദൈവത്തോടല്ലേ. വിശ്വാസികളാണെങ്കിൽ അല്ലെങ്കിൽ ദൈവത്തെ വിശ്വസിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഉടനെ ദൈവത്തോട് ചോദിക്കും, ദൈവമേ എന്തുകൊണ്ടാണെന്ന് ചോദിക്കും. ഇനി വിശ്വാസികളല്ലാത്ത ദൈവവിശ്വാസമില്ലാത്ത ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യും? അവർ പരിഹസിക്കും, എവിടെയായിരുന്നു ഈ സംഭവമൊക്കെ നടന്നപ്പോൾ, നിങ്ങളുടെ ദൈവം എവിടെയായിരുന്നു എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അവരും ചോദിക്കും. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ കുഞ്ഞ് അഖിൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനും അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്ന അഖില എന്ന് പറയുന്ന ഒരു സ്ത്രീക്കും ദൈവം കൊടുത്ത ഒരു ഉദരഫലമായിരുന്നു ഈ കുഞ്ഞെന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ കുഞ്ഞിനെ 3 മാസം പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഈ സ്ത്രീക്ക് മറ്റൊരു അവിഹിത ബന്ധം ഉണ്ടാവുകയും അതിൻ്റെ പേരിൽ ഈ അഖിലുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഇവർ പോലീസ് സ്റ്റേഷനിൽ വരെ എത്തുകയും ചെയ്തൊരു സാഹചര്യമുണ്ടായി. അപ്പോൾ അവിടെ നിന്നും ഈ സ്ത്രീ എന്താ പറഞ്ഞത്, എനിക്ക് കാമുകൻ്റെ കൂടത്തിൽ പോയാൽ മതി, അഖിലിൻ്റെ കൂടത്തിൽ, അതായത് ഭർത്താവായ അഖിലിൻ്റെ കൂടത്തിൽ പോകണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഓർക്കുക, ആ ഒരു ചെറുപ്പക്കാരായ അവർ ചെറിയ പ്രായത്തിൽ അവരുടെ വിവാഹം. ഓക്കെ, അപ്പോൾ ഈ പുരുഷൻ എന്താണ്, ആ ചെറുക്കൻ അങ്ങ് തകർന്നുപോയി. കാരണം ഇവർ സ്നേഹിച്ച് വിവാഹം കഴിച്ചവരാ. അതുമല്ല, ഭാര്യ 3 മാസം പ്രഗ്നൻ്റ് ആണ്, തൻ്റെ കുഞ്ഞിനെയാണ് ഉദരത്തിൽ അവൾ വഹിക്കുന്നത്. അപ്പോൾ ആ മനുഷ്യന് ഭയങ്കര വിഷമമായി. ആ മനുഷ്യൻ എന്താ ചെയ്തത്, ആത്മഹത്യ ചെയ്യുവാനായിട്ട് ഇടയായി. അപ്പോൾ ഈ സ്ത്രീ വീണ്ടും എന്താ ചെയ്തത്, ഈ സ്ത്രീയുടെ എന്തായാലും ആ പയ്യൻ ആത്മഹത്യ ചെയ്യുന്നതിന് കാരണമായ ആ പയ്യൻ എന്തായാലും ഈ സ്ത്രീനെ ഉപേക്ഷിച്ചു. ഈ സ്ത്രീ അടുത്ത ഒരാളെ തേടി, അതാണ് ഇപ്പോഴത്തെ ഈ അഷ്കർ എന്ന് പറയുന്ന മനുഷ്യൻ. ഓക്കെ, അപ്പോൾ ആ മനുഷ്യനുമായിട്ട് ഇവർ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഈ സ്ത്രീ ചെയ്ത ഒരു കാര്യമുണ്ട്, ഈ കുഞ്ഞിനെ ഇവൾക്ക് വേണ്ട. ഇവളെന്താ ചെയ്തത്, ഇവളുടെ സ്വന്തം അമ്മയുടെ അടുത്ത് ആ കുഞ്ഞിനെ ഇട്ടിട്ട് അവളങ്ങ് പോയി. എന്ന് വെച്ചാൽ അവിടെ ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് ഇവൾ പോയി. ആ അമ്മ കുറച്ച് നാൾ നോക്കി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ അമ്മ പറഞ്ഞ കുഞ്ഞിനെ കൊണ്ടുപോകണം, കാരണം അവർക്ക് ജോലിക്ക് പോകണം, ജോലി ചെയ്ത് വേണം അവർക്ക് ജീവിക്കുവാൻ. അപ്പോൾ ഈ ജോലി ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ കുഞ്ഞിനെ കൂടെ നോക്കാൻ പറ്റാത്തത് കൊണ്ട് ഈ കുഞ്ഞിനെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അഷ്കർ എന്ന് പറയുന്നവനാണ് ഈ കുഞ്ഞിനെ വന്ന് കൊണ്ടുപോയത്. അപ്പോൾ ഇവൻ പറഞ്ഞ കാര്യം ഇങ്ങനെയായിരുന്നു, ഞാൻ 2-3 ദിവസം നോക്കും, അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ പുഴുത്ത പട്ടിയെ പോലെയോ അങ്ങനെ ഏതാണ്ട് നോക്കുമെന്നുള്ളൊരു വൃത്തികെട്ട വാക്ക് അവൻ പറയുവാനായിട്ടിടയായി. എന്തായാലും അവൻ പറഞ്ഞതുപോലെ തന്നെയാണ് അവൻ ആ കുഞ്ഞിനോട് പെരുമാറിയതെന്ന് നമ്മൾക്കറിയാം അല്ലേ. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ദൈവം ഈ സഫറിങ്സ് അനുവദിച്ചത്, അല്ലെങ്കിൽ ഇവിടെ ദൈവം കണ്ടില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നവരോടുള്ള ഉത്തരം എന്താണെന്ന് വെച്ചാൽ, ദൈവം ഒന്നും അറിയാതെയല്ല, ദൈവം എല്ലാം അറിയുന്നുണ്ട്. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നത് എന്താ, ഇസ്രയേലിൻ്റെ പരിപാലകൻ മയങ്ങുകയുമില്ല ഉറങ്ങുകയുമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ഉറങ്ങുന്ന ദൈവവുമല്ല, മയങ്ങുന്ന ദൈവവുമല്ല. അതുകൊണ്ട് ദൈവം എല്ലാം അറിയുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ദൈവം പ്രവർത്തിച്ചിട്ടില്ല എന്ന് പറയുന്നവരോട് എനിക്ക് പറയുവാനുള്ളത്, ദൈവം ഇവിടെ നന്നായിട്ട് തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്ന് അറിയാമോ? ഈ കുഞ്ഞിനെ ആദ്യം അവർക്ക് നന്നായിട്ട്, അവർ നല്ലതായിട്ടിരുന്ന സമയത്തായി ദൈവം ഈ കുഞ്ഞിനെ അവർക്ക് കൊടുത്തത് അല്ലേ. കാരണം ഉദരഫലം എപ്പോഴും ദൈവത്തിൻ്റെ സമ്മാനമാണ്. അപ്പോൾ ദൈവം കൊടുത്തത് അവർക്ക് ആ കുഞ്ഞിനെ. പക്ഷേ അവർ അതിൻ്റെ ആ മനുഷ്യനല്ല, ആ ആത്മഹത്യ ചെയ്ത മനുഷ്യനല്ല, ആത്മഹത്യ ചെയ്ത മനുഷ്യനും ശ്രദ്ധിച്ചില്ല. കാരണം ഇവനെ വേണ്ട എന്ന് പറഞ്ഞാലും തൻ്റെ കുഞ്ഞിന് വേണ്ടിയെങ്കിലും അവന് കാത്തിരിക്കാമായിരുന്നു. പക്ഷെ മനുഷ്യൻ്റെ മനസ്സ് അങ്ങനെയൊക്കെയാണ്, അവനത് ചെയ്തില്ല. ഓക്കെ, എനിവേ, എന്തായാലും അത് അവസാനിച്ച അധ്യായമാണല്ലോ, അത് അവിടെ നിൽക്കട്ടെ. ഈ സ്ത്രീ എന്താ ചെയ്തത്, ഈ സ്ത്രീക്ക് ആ കുഞ്ഞിനോട് ഒരു സ്നേഹവും ഇല്ലാതായിത്തീർന്നു. എപ്പോഴാണ്? 3 മാസം വരെ അവൾ വിശ്വസ്തയായിരുന്നിരിക്കണം. അതിനുശേഷമാണ് അവൾ എന്ത് സംഭവിച്ചിരിക്കുന്നത്, അവൾ വഴിതെറ്റിപ്പോയത്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ആ കുഞ്ഞിൻ്റെ ജന്മം ദൈവം എന്തുകൊണ്ട് അനുവദിച്ചു എന്ന് ചോദിച്ചതിൻ്റെ ഒന്നാമത്തെ ഉത്തരം അത് കിട്ടി. ദൈവം ഇവരെ നന്നായിട്ട് നോക്കും. അങ്ങനെയാണല്ലോ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതും. എങ്ങനെയാണ്? മനുഷ്യൻ നന്നായിട്ട് ജീവിക്കും, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച്, ദൈവത്തിൻ്റെ എന്താ പറയുക, ഹൃദയപ്രകാരം ജീവിക്കുമെന്ന് കരുതി തന്നെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. പക്ഷേ മനുഷ്യൻ എന്താണ്, മനുഷ്യൻ എപ്പോഴും തിന്മ അന്വേഷിച്ച് നടക്കുന്നവനായിരുന്നു അല്ലേ. അത് മനുഷ്യൻ തെരഞ്ഞെടുത്ത വഴിയാണ്. അതുപോലെ തന്നെ ഈ സ്ത്രീക്ക് നല്ലതും ദൈവം ദോഷവുമായിട്ടുള്ളതും ഇവളുടെ മുൻപിൽ വെച്ചു. പക്ഷേ ഇവൾ തിരഞ്ഞെടുത്തത് എന്തായിരുന്നു, ഇവൾ ദോഷമായത് തിരഞ്ഞെടുത്തു. അഷ്കർ എന്ന് പറയുന്ന ആ ഒരു പൂർണ്ണ തെറ്റിനെ അവൾ തിരഞ്ഞെടുത്തു. എന്നിട്ട്
ഇവൾ അവൻ്റെ കൂടത്തിൽ പോയി. ഓക്കെ, അത് കഴിഞ്ഞ് ഇവൻ ആ കുഞ്ഞിനെ ദ്രോഹിച്ചപ്പോഴും ഈ സ്ത്രീ അതിനെല്ലാം മൗനസമ്മതം കൊടുത്തു. ഇവളും അടിക്കുമായിരുന്നു എന്നാണ് ആ ചെറുക്കൻ്റെ ഉമ്മ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇവളും ദ്രോഹിക്കുമായിരുന്നു, ഇവനും ദ്രോഹിക്കുമായിരുന്നു. അപ്പോൾ ഈ ദ്രോഹിച്ച സമയത്ത് ദൈവം എവിടെയായിരുന്നു എന്ന് ചോദിച്ചവരോട് ദൈവം ആ കുഞ്ഞിൻ്റെ കൂടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. കാരണം അവൻ കുറച്ചൊക്കെ വേദന അനുഭവിച്ചു. ഓക്കെ, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ 1.5 വയസ്സിനകത്ത് അവൻ അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിച്ചു. പക്ഷേ ദൈവം എന്താ ചെയ്തത്? ദൈവം അവനെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് എടുക്കുവാനായിട്ട് ഇടയായി. കാരണം അവനെ ഇവിടെ ഇനി വെക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്? ആ കുഞ്ഞിനെ നോക്കുവാൻ ആരുമില്ല, അല്ലേ? ഈ കുഞ്ഞിൻ്റെ അമ്മമ്മയ്ക്ക് പോലും സമയമില്ല കുഞ്ഞിനെ നോക്കാൻ. ഇനി ഭർത്തൃ വീട്ടുകാരുമായിട്ട് ഇവള് എന്താ പറയുക, കുഞ്ഞിനെ വെച്ച് ഇവള് വിലപേശിക്കൊണ്ടിരിക്കുകയാണ്, സ്വത്തിന് വേണ്ടി വിലപേശിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവരും ആ ഒരു കാര്യത്തിൽ തീരുമാനമാകാതെ ആ കുഞ്ഞിനെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് വിട്ടുകളഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇവൾക്ക് ആ കുഞ്ഞിനെ ഒട്ടും താല്പര്യമില്ല. ആ കുഞ്ഞിനെ വേണ്ട ഇവൾക്ക്. ഇനി ആർക്ക് വേണ്ടിയിട്ട് ആ കുഞ്ഞ് ഭൂമിയിൽ ജീവിച്ചിരിക്കേണ്ട കാര്യമില്ലല്ലേ? ആ കുഞ്ഞിനെ ദൈവം എടുക്കുവാനായിട്ടിടയായി. പക്ഷേ അവിടെ ദൈവം ചെയ്ത മറ്റൊരു കാര്യം എന്താണെന്നറിയാമോ? ഒരു കൂട്ടം ക്രിമിനൽസിനെ ദൈവം എങ്ങോട്ട് കൊണ്ടുവന്നു? സമൂഹത്തിൻ്റെ മുൻപിലേക്ക്, അല്ലെങ്കിൽ നിയമത്തിൻ്റെ മുൻപിലേക്ക് കൊണ്ടുവന്നു. എന്ന് വെച്ചാൽ ഒളിഞ്ഞിരുന്ന ഒരു കൂട്ടം ക്രിമിനൽസിനെ ദൈവം എങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്? നിയമത്തിൻ്റെ മുൻപിലേക്ക് കൊണ്ടുവന്നു. ഒന്ന്. ഇനി രണ്ടാമത്തത്, നീതി ലഭിക്കാതെ പോയ ഏകദേശം 4ഓളം വ്യക്തികളുണ്ട്. അവർക്ക് അതിൽ കൂടുതലുണ്ടാകാം. നമ്മളുടെ സമൂഹത്തിന് മുൻപിലേക്ക് വന്നതിപ്പം 4 പേരാണ്. ആ 4 പേർക്ക് ഒരു നീതി നേടിക്കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് ഇതൊരു നിമിത്തമായി എന്ന് മാത്രം. ഓക്കെ, ആ കുഞ്ഞിനെ ദൈവത്തിൻ്റെ ആ ഒരു കുഞ്ഞു സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കുഞ്ഞു മാലാഖമാരുടെ സ്വർഗത്തിൽ ആ കുഞ്ഞിന് സന്തോഷവാനാണ്, ഇനി സുരക്ഷിതനാണ് എന്ന് നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ 1.5 വയസ്സിൽ അവൻ കുറച്ചൊക്കെ അനുഭവിച്ചു, കുറച്ചധികം നന്നായിട്ട് അവൻ അനുഭവിച്ചു. പക്ഷേ അതെല്ലാം മറക്കുന്ന വിധത്തിലുള്ള ഒരു സ്വർഗീയ സന്തോഷം ദൈവം അവന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താണെന്നറിയാവോ? ദൈവം ഇങ്ങനെ ഒരു പ്രോസസ്സിലൂടെ കടത്തി വിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ അഷ്കർ എന്ന കൊടും ക്രിമിനൽ എവിടെ ഇരിക്കുമായിരുന്നു? അവൻ ഇനിയും യഥേഷ്ടം വിഹരിക്കുമായിരുന്നു എന്നുള്ളതാണ് അതിനകത്തെ കാര്യം. കാരണം എന്താണെന്നറിയാവോ? ഇവനെതിരെ ഒത്തിരി പരാതികളുണ്ടായിരുന്നു. പക്ഷേ അവിടെയൊക്കെ ഇവനെ സപ്പോർട്ട് ചെയ്യുവാൻ ഏതോ കുറച്ച് പോലീസ് ഓഫീസർമാരൊക്കെ ഇവൻ്റെ പുറകിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവൻ പല കേസിൽ നിന്നും ഇവൻ ഊരി പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒന്നാമത്തെ തെറ്റുകാരായിട്ട് അവിടെ നമുക്ക് ആ പോലീസുകാരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പോലീസുകാർ ആ ഒരു വിഷയത്തിൽ മാത്രമല്ല, കുഞ്ഞിൻ്റെ വിഷയത്തിലും പോലീസ് നിസ്സംഗരായിട്ട് നിന്നു എന്ന് പറയേണ്ടി വരും. അവിടെയും കുറച്ച് എന്താ പറയുക, നിയമത്തിന് മുമ്പിലേക്ക് വരേണ്ട കുറച്ച് പോലീസ് ഓഫീസേഴ്സ് അവിടെയുമുണ്ട്. ഓക്കെ, ഈ 2 കാര്യത്തിലുമുണ്ട്. ഇനി ഈ ചെറുക്കൻ്റെ, അതായത് അഷ്കർ എന്ന് പറയുന്ന ഈ ക്രിമിനലായിട്ടുള്ള അവൻ്റെ വിഷയത്തിലോട്ട് വന്നു കഴിയുമ്പോഴും അവന് ആദ്യം ഒരു സ്ത്രീയുമായിട്ട് ഒരു വിവാഹ നിശ്ചയം കഴിഞ്ഞു. ആ സ്ത്രീ എന്താണ്, ഇവൻ്റെ ടോർച്ചറിങ് സഹിക്കാൻ വയ്യാതെ ആ പെണ്ണ് പോയിട്ട് ആത്മഹത്യ ചെയ്തു. ഇനി രണ്ടാമത് എന്താണ്, ഇവൻ വേറൊരു ആമിന എന്ന് പറയുന്ന ഒരു സഹോദരിയെ വിവാഹം കഴിച്ചിട്ട് ആ പെണ്ണിനോട് ഇവൻ ചെയ്ത ക്രൂരത എന്ന് വെച്ചാൽ ആ ഫോട്ടോയൊക്കെ ഉണ്ട്, മിടുക്കത്തിയായിട്ടിരുന്ന ഒരു പെണ്ണിനെ ഒരു പരുവത്തിലാക്കി തീർത്തവൻ. എന്നിട്ട് അതിൻ്റെ കേസിന് പോലും അതിൻ്റെ ഉമ്മയൊക്കെ കയറി ഇറങ്ങി നടന്നിട്ട് അവർക്ക് നീതി ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇവൻ്റെ പോലീസ് ഓഫീസേഴ്സുമായിട്ടുള്ള ബന്ധമുണ്ട്, അവർക്ക് നീതി ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇനി ഇപ്പോഴത്തെ കോൺഗ്രസ് സർക്കാർ കയറിയിട്ടുണ്ട്. അവരെ എന്തായാലും ഈ വിഷയങ്ങളൊക്കെ ഇനി പുറത്തോട്ട് കൊണ്ടുവരും. അങ്ങനെ ആ ഒരു കുട്ടിക്കും എന്താണ്, നീതി ലഭിക്കുവാനായിട്ടുള്ള സാഹചര്യമാണ് തെളിഞ്ഞു വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പെൺകുട്ടിക്കുള്ള നീതി, ഇനി ആ പെൺകുട്ടിയുടെ സഹോദരൻ ആത്മഹത്യ ചെയ്യുവോ, ഏതാണ്ട് പുഴയിൽ മുങ്ങി മരിക്കുകയോ ഏതാണ്ടാ ചെയ്തത്. അതിനും ഇവൻ ഈ അഷ്കർ എന്ന് പറയുന്നവനാണ് ഉത്തരവാദി എന്നാണ് ആ കുടുംബത്തിൻ്റെ ആരോപണം. അപ്പോൾ അതിൻ്റെ മേലും ഒരു അന്വേഷണം ആവശ്യമാണ്. അപ്പോൾ ഈ ആമിന എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ആ പെൺകുട്ടിയുടെ സഹോദരന് നീതി ലഭിക്കണം, അല്ലേ? ഇനി മൂന്നാമത്തേതാരാണ്? ഈ അഖിൽ എന്ന് പറയുന്ന സഹോദരൻ, അല്ലെ? ആത്മഹത്യ ചെയ്ത കുഞ്ഞിൻ്റെ അച്ഛൻ, അവന് നീതി ലഭിക്കണം. ആ ഒരു കുടുംബത്തിന് നീതി ലഭിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അതുകൂടാതെ ഇവൻ ഈ അഷ്കർ എന്ന് പറയുന്നവൻ ആ നാട്ടുകാർക്ക് ഒരു തലവേദനയായിരുന്നു. അവിടെ കിടന്നുകൊണ്ട് ഇവൻ ഭയങ്കര അഭ്യാസ പ്രകടനങ്ങളായിരുന്നു. വണ്ടിയിട്ട് തേക്കുക മറക്കുക. ഇവനൊരു ഡ്രൈവറാണ്. അപ്പോൾ ഇവൻ അതിൻ്റെ മുഴുവൻ അഭ്യാസ പ്രകടനങ്ങൾ അവിടെ നടത്തി അവിടെയുള്ള നാട്ടുകാർക്ക് ഇവനൊരു തലവേദനയായിരുന്നു. അപ്പോൾ ആ നാട്ടുകാർക്ക് നീതി ലഭിക്കേണ്ട വിഷയങ്ങളുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങളിലെല്ലാം നീതി ലഭിക്കേണ്ടതുണ്ട്. അതിനെന്ത് ചെയ്യണമായിരുന്നു? ഇവനെ നിയമത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരണമായിരുന്നു. അപ്പോൾ ഈ കുഞ്ഞിനെ ഇങ്ങനെ ഇവൻ ദ്രോഹിച്ച് അതിനെ അപായപ്പെടുത്തിയത് കൊണ്ട് എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇവനിലെ ക്രിമിനൽസിനെ വെളിയിലോട്ട് കൊണ്ടുവരുവാനും ഇവന് മാക്സിമം ശിക്ഷ മേടിച്ചു കൊടുക്കുവാനുമുള്ള സാഹചര്യം അവിടെ തെളിഞ്ഞു വന്നു. അപ്പോൾ നമ്മൾക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ വരുമായിരുന്നു, എന്തിനാ ഇവനെ നിയമത്തിന് വിട്ടുകൊടുത്തത്? ദൈവത്തിന് ഇവനെ അങ്ങ് എടുത്തുകൂടായിരുന്നോ എന്നൊക്കെ ചോദിക്കും, അല്ലേ? ഇവനെ അങ്ങ് തട്ടിക്കളഞ്ഞാൽ പോരായിരുന്നോ എന്നൊക്കെയുള്ള ഒരു ക്വസ്റ്റ്യനൊക്കെ നമ്മളുടെ അടുത്ത് വരും. ഇല്ല, അങ്ങനെ തട്ടിക്കളഞ്ഞാൽ അത് പെട്ടെന്ന് അവനങ്ങ് സോൾവ് ആയി പോകും വിഷയങ്ങൾ. അങ്ങനെയല്ല, ഇവൻ ജഡത്തിലിരിക്കുമ്പോൾ ചെയ്തതിന്
അവൻ എന്താ ചെയ്യേണ്ടത്? അവൻ ജഡത്തിൽ അവൻ അനുഭവിക്കണം. ആ ഒരു അനുഭവത്തിന് ദൈവം വിട്ടുകൊടുത്തു. രണ്ടാമത് ഓൾറെഡി ഉള്ള നിത്യമായ ഒരു നരകാഗ്നി ഇവനെ കാത്തിരിക്കുന്നുണ്ട്. അത് എന്തായാലും ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇവിടുന്നും ഇവൻ അനുഭവിച്ചതിൻ്റെ ആ ഒരു തിക്ത അനുഭവം അവനിവിടെ അനുഭവിക്കണം. എന്ന് വെച്ചാൽ അവൻ ചെയ്ത പാപത്തിൻ്റെ ആ ഒരു ഫലം അവനിവിടെ കൊയ്യണം. അതിനു വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ പുറത്തോട്ട് കൊണ്ടുവന്നതും ദൈവം അവനെ വെച്ചിരുന്നതും. ഓക്കെ, ഇനി നമ്മൾക്കറിയാം, ഇനി അവന് നാട്ടുകാർ ഒന്നാമത് കൈകാര്യം ചെയ്തു വിട്ടു, ഇനി നിയമം കൈകാര്യം ചെയ്തോളും. കാരണം ഒരു കൊച്ചു കുഞ്ഞിൻ്റെ വിഷയം, അതുകൊണ്ട് നിയമത്തിനൊന്നും പെട്ടെന്ന് കണ്ണടച്ച് പോകുവാനായിട്ട് പറ്റത്തില്ല. അവന് കിട്ടേണ്ട ശിക്ഷ തന്നെ അവന് കൊടുത്തിരിക്കുക തന്നെ ചെയ്യും. ഒന്നെങ്കിലും ഒരു തൂക്കുകയറെങ്കിലും അവന് കിട്ടുമായിരിക്കും. ഇനി അതല്ല എങ്കിൽ അവനെ നരകിച്ച് അവൻ മരിക്കത്തക്കവണ്ണമുള്ള എന്താ പറയുക, അത്രയും നരകയാതനകൾ അവന് വേണ്ടിയിട്ട് കൊടുക്കും. ഓക്കെ, അപ്പോൾ കാരണം എന്താ? അപ്പം നമ്മൾ വിചാരിക്കും, അയ്യോ ഈ ദൈവം, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം, ദൈവം ക്രൂരനാണ്. അല്ലല്ല, നമ്മൾ ചെയ്തതിൻ്റെ അനുഭവിച്ചിട്ടേ നമ്മൾ പോകത്തുള്ളൂ, അല്ലേ? അങ്ങനെയല്ലേ? നമ്മൾ ചെയ്ത ക്രൂരതകൾ, നമ്മൾ മറ്റുള്ളവരോട് ചെയ്ത ക്രൂരതകൾ നമ്മൾ അനുഭവിക്കണം. അപ്പോൾ അവൻ ചെയ്ത ക്രൂരതയ്ക്ക് അവൻ അനുഭവിച്ചിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഓർക്കുക, എന്തുകൊണ്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ദൈവം പുറത്തോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരുപാട് പേർക്കുള്ള നീതി അതിന് കുഞ്ഞൊരു നിമിത്തമായി, ആ മാലാഖ കുഞ്ഞ് ഒരു നിമിത്തമായി എന്ന് മാത്രം. ഇന്ന് അവന് നീതി കിട്ടി. അവൻ ദൈവത്തിൻ്റെ ആ ഒരു സന്നിധിയിൽ അവനുണ്ട്. 1.5 വയസ്സുള്ള കുഞ്ഞ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവൻ സ്വർഗത്തിൻ്റെ പൂങ്കാവനത്തിൽ അവനുണ്ട് എന്ന് നമ്മൾക്ക് 100% ഉറപ്പാണ്. പക്ഷേ ഇവിടെ ലഭിക്കേണ്ട നീതികൾ ലഭിക്കാതെ പോയ നീതികൾ അവർക്ക് ലഭിക്കേണ്ട ആൾക്കാർക്കൊക്കെ ലഭിക്കണം. ആമിന എന്ന് പറയുന്ന സ്ത്രീക്ക്, അതിൻ്റെ ആങ്ങളയ്ക്ക്, അതുപോലെ അഖിൽ എന്ന് പറയുന്ന മകന്, ആ മകൻ്റെ അമ്മ എന്ന് പറയുന്നത്, അമ്മ എന്താണ്, അവർ മാനസികമായ ഒരു സമനില തെറ്റിയൊരവസ്ഥയിലായി ഇപ്പം. കാരണം അത്രയും തിക്താനുഭവങ്ങളെ ഏറ്റുവാങ്ങി ആ സ്ത്രീ. അവർക്ക് നീതി കിട്ടണം. ഇതിനൊക്കെ നീതി കിട്ടണമെങ്കിൽ ഈ ഒരു സംഭവം സമൂഹത്തിൻ്റെ വെളിയിലോട്ട് വരണം. ഇല്ല എങ്കിൽ ഇതൊക്കെ ചുമ്മാ ഇങ്ങനെ ഒതുക്കി തീർത്ത് പോകുമായിരുന്നു. ഇപ്പം ഈ കുഞ്ഞിനെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ട് കേസ് എടുത്ത് ചെന്നാലും അവരത് കുറച്ച് എന്താ പറയുക, അത്ര വലിയ വിഷയമാക്കാതെ അത് അങ്ങ് വിടുമായിരുന്നു. പക്ഷേ കാരണം ഇവന് പിടിപാടുണ്ടല്ലോ, അങ്ങനെ വിടുമായിരുന്നു. എന്നാൽ ഇനി അങ്ങനെ അവനെ വിടുവാനായിട്ട് സാധ്യതയില്ലല്ലേ? നമ്മൾക്കൊക്കെ അറിയാം, കുഞ്ഞ് 2 കൈ മുട്ടിഞ്ഞിട്ടിരിക്കുന്ന പിക്ചർ. അതൊന്നും കാണാൻ പറ്റത്തില്ല. ഒരു പ്രാവശ്യം നമുക്ക് നോക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് അതിൽ കൂടുതൽ അത് കാണാൻ പറ്റത്തില്ല, അല്ലേ? ആ ഒരു വീഡിയോ ഒക്കെ നമ്മളൊക്കെ കണ്ടു. ആ കുഞ്ഞ് എന്നിട്ട് ആ സംസാരിക്കുന്നവരുടെ കൂട്ടത്തിലോട്ട് ചാടിപ്പോകാൻ അതിങ്ങനെ ആ 2 ഒടിഞ്ഞ കൈയും ഇങ്ങനെ പൊക്കി ചെല്ലുന്ന ഒരു പിക്ചറൊക്കെ കണ്ടു. അതൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. അത് അത്രമാത്രം ആ കുഞ്ഞ് എങ്ങനെയെങ്കിലും ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ച ഒരു കുഞ്ഞായിരുന്നു. എന്തായാലും ദൈവം സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് ആ കുഞ്ഞിനെ കൊണ്ടുപോയി. പക്ഷേ ഇവിടെ ഇവൾക്കും അവനുമൊക്കെ നീതി, അവളും അവനുമൊക്കെ എന്താണ്, അവർ ചെയ്ത ക്രൂരതയ്ക്ക് ദൈവം അവർക്കുള്ള ശിക്ഷ ഇവിടെ തന്നെ ഒരുക്കുന്നുണ്ട്. ഇവിടെ അനുഭവിച്ചതിന് ശേഷം ബാക്കി ദൈവം കൊടുക്കേണ്ടത് കൂടെ കൊടുത്തോളും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ദൈവം കണ്ണുപൊട്ടനായിട്ടിരുന്നതല്ല കേട്ടോ. ദൈവത്തിന് എല്ലാത്തിനും ഒരു പെർഫെക്റ്റ് പ്ലാനുണ്ട്. ഈ കുഞ്ഞ് അതിനൊരു നിമിത്തമായി എന്ന് മാത്രം. കാരണം ഇത്രയും ക്രിമിനൽസായ ഇവരെ 2 പേരെയും എങ്ങോട്ട് കൊണ്ടുവരണമായിരുന്നു. ഇനി ഇവർക്ക് ഒത്താശ ചെയ്ത് കൊടുത്തവരെയും ഒക്കെ പുറത്തോട്ട് വരാനുണ്ട്. അവരെയൊക്കെ കൊണ്ടുവരണമായിരുന്നു, വെളിയിലോട്ട് കൊണ്ടുവരണമായിരുന്നു. കാരണം ഈ ലോകത്തിൽ നിയമങ്ങളും നിയമസംവിധാനങ്ങളും ഒക്കെ ആക്കിയത് ദൈവം തന്നെ, അല്ലേ? ദൈവമാണ് മനുഷ്യന് ബുദ്ധി കൊടുത്തത്. അപ്പോൾ നിയമസംവിധാനങ്ങളുടെ മുൻപിൽ ഇവർ വരണം, നിയമത്തിന് മുൻപിൽ ഇവർ വരണം. അപ്പോൾ അതിനുവേണ്ടി ദൈവം ഒരുക്കി കൊടുത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഇത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ദൈവത്തോട് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട കാര്യമില്ല. ദൈവം എല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഇത്രമാത്രം ആ കുഞ്ഞിനെ ദ്രോഹിച്ചവനെ ചുമ്മാ അങ്ങ് ദൈവത്തിൻ്റെ ഒരു ന്യായവിധിക്ക് മാത്രം അങ്ങ് വിട്ടുകൊടുത്താൽ മതിയോ? പോരാ, അല്ലേ? അവൻ ഇവിടെയും കൂടെ അനുഭവിക്കണം. അതുകൊണ്ടാണ് ദൈവം ഇതൊക്കെ അനുവദിച്ചത്. അതുകൊണ്ട് നമ്മൾക്ക് ദൈവത്തെ കുറ്റം വിധിക്കേണ്ട, അല്ലെങ്കിൽ ദൈവത്തോട് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട കാര്യമില്ല. ദൈവമെല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തത്. ഓർക്കുക, ഇതൊക്കെ തന്നെ നമ്മളുടെയൊക്കെ വിഷയങ്ങളിലും, അല്ലേ? നമ്മൾക്കൊക്കെ പലപ്പോഴും നീതിയൊക്കെ നിഷേധിക്കപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടാകും. അവിടെയൊക്കെ നമ്മൾക്ക് വേണ്ടി നീതിയായിട്ട് ഇറങ്ങുന്ന ഒരു ദൈവമുണ്ട്, നമ്മൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മൾക്ക് വേണ്ടി വാദിക്കുന്ന ദൈവം, അല്ലേ? അപ്പോൾ ഈ ദൈവത്തെ ആരാധിക്കുന്ന നമ്മൾക്ക് വേണ്ടി ദൈവം വാദിക്കുക തന്നെ ചെയ്യും. ഇതുപോലെ ചില സാഹചര്യങ്ങളിലൂടെയൊക്കെ നമ്മളെ കിടത്തിവിടുമ്പോൾ ചിലരെയൊക്കെ സമൂഹത്തിന് മുൻപിലേക്ക് എടുത്ത് കൊണ്ടുവരേണ്ടതുണ്ട്. അതിനായിരിക്കും ചില തിക്താനുഭവങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിലും ദൈവം അനുവദിച്ചത് എന്ന് നമ്മൾ തിരിച്ചറിയുക. ഇതുപോലെ നീതി ലഭിക്കാത്ത ഇടങ്ങളിൽ നീതി ലഭിക്കുവാൻ, അല്ലെങ്കിൽ ചിലരെയൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരുന്ന ചിലരെയൊക്കെ സമൂഹത്തിന് മുൻപിലേക്ക് തുറന്ന് കാണിക്കുവാനൊക്കെയാണ് ദൈവം ചിലതൊക്കെ അനുവദിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. ഇതൊക്കെ നമ്മൾക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ദൈവവുമായിട്ടൊന്ന് അടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന ഏത് ക്വസ്റ്റ്യനും ദൈവം നമ്മൾക്ക് ആൻസർ തരും. അതുകൊണ്ട് നമ്മളുടെ ദൈവം നല്ലവനാ. ദൈവം നല്ലതേ ചെയ്യത്തുള്ളൂ. ദൈവം നമ്മൾക്ക് വേണ്ടി നീതിയോടെ വിധി കൽപ്പിക്കുന്ന ദൈവമാണ്. നമ്മളുടെ
കാര്യവും വ്യവഹാരവും നടത്തുന്ന ദൈവമാണ്. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ ആ ദൈവത്തിൻ്റെ തൃപ്പാദത്തിലൊന്ന് താണ് കൊടുത്താൽ മതി. ആ ദൈവത്തെ ഒന്ന് അറിഞ്ഞാൽ മതി. അറിഞ്ഞു കഴിയുമ്പോൾ ദൈവം നമ്മൾക്ക് വേണ്ടി കൂടുതൽ ആ ദൈവത്തെ വെളിപ്പെടുത്തി തന്ന ദൈവം നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അല്ലേ? വചനമുണ്ട്, എന്താ പറയുന്നത്? ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു എന്ന് വെച്ചാൽ ഈ ലോകത്തിൽ കുറേ പിടിപാടുകൾ. ഇവൻ അങ്ങനെയായിരുന്നു അല്ലേ? അഷ്കർ എന്ന് പറയുന്നവന് കുറച്ച് പോലീസ് ഓഫീസർമാരുമായിട്ടൊക്കെ പിടുത്തമുണ്ടായിരുന്നു. ചിലപ്പോൾ രാഷ്ട്രീയക്കാരുമായിട്ടൊക്കെ അടുപ്പമുണ്ടാകും. രാഷ്ട്രീയക്കാരും പോലീസും ആരൊക്കെ എന്തൊക്കെ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കി കളിച്ചാലും അതിൻ്റെ എല്ലാം ആ കൂട്ടുകെട്ടുകളെ എല്ലാം പൊളിച്ച് നീതി നേടിത്തരുന്ന ഒരു ദൈവമാണ് നമ്മളുടെ ദൈവം എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മൾ ആരെ മുറുകെ പിടിച്ചാൽ മതി? ഈ ദൈവത്തെ മുറുകെ പിടിച്ചാൽ മതി. ലഭിക്കാതെ പോയ സകല നീതികളും ദൈവം നമ്മൾക്ക് തരും. ആ കുഞ്ഞിന് ലഭിക്കാതെ പോയ 1.5 വർഷം അവന് ലഭിക്കാതെ പോയ നീതി ദൈവം ഇനി തുടങ്ങുകയാണ്. ദൈവം അതിൻ്റെ ഭാണ്ഡക്കെട്ടുകൾ തുറന്നിട്ടിരിക്കുക. ആ കുഞ്ഞിന് നീതി ലഭിക്കുവാനായിട്ട് പോവുകയാണ്. അവൻ ഓൾറെഡി നീതി ലഭിച്ചു. ദൈവത്തിൻ്റെ ആ ഒരു പൂന്തോട്ടത്തിൽ അവൻ എത്തി അല്ലേ? അതവൻ്റെ ഒന്നാമത്തെ നീതി. ഇനി രണ്ടാമത്തത് അവൻ്റെ കണ്ണുനീരിന്, അവൻ 1.5 വയസ്സിൽ ഒഴുക്കിയ കണ്ണുനീരിന് ഇവിടെ ദൈവം കണക്ക് ചോദിച്ചിരിക്കും. കണക്ക് കൊടുക്കേണ്ടവരെല്ലാം കണക്ക് കൊടുത്തിരിക്കണം. അതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി കേട്ടോ. അതുകൊണ്ട് നമ്മൾ ദൈവത്തെ കുറ്റം വിധിക്കേണ്ട ഒരു കാര്യവുമില്ല. നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ട. നമുക്ക് ക്വസ്റ്റ്യൻസ് വരും, എന്തുകൊണ്ട് അതിനെല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഉത്തരം ദൈവത്തിൻ്റെ കരത്തിലുണ്ട് കേട്ടോ. അത് നമ്മൾ ദൈവത്തോട് ചോദിച്ചാൽ മതി. ദൈവം നമ്മൾക്കത് വെളിപ്പെടുത്തി തരിക തന്നെ ചെയ്യും. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.